വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം അധ്യായം 17 യേശു തന്റെ മഹാപുരോഹിത പ്രാർത്ഥന നടത്തുന്നു. അവൻ പിതാവിനോട് തന്റെ മഹത്വം, ശിഷ്യന്മാരുടെ സംരക്ഷണം, വിശ്വാസികളുടെ ഏകത്വം എന്നിവയ്ക്കായി പ്രാർത്ഥിക്കുന്നു. യേശു സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി പ്രാർത്ഥിച്ചു. പിതാവേ, സമയമായിരിക്കുന്നു. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. ഏക സത്യദൈവമായ അവിടത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. യേശു തന്റെ ദൈവീക ദൗത്യം പൂർത്തിയാക്കിയതായി പ്രഖ്യാപിച്ചു. ശിഷ്യന്മാർക്കുള്ള പ്രാർത്ഥനയിൽ യേശു അവരെ സത്യത്തിൽ നിലനിർത്താൻ, അവരെ ദുഷ്ടനിൽ നിന്ന് സംരക്ഷിക്കാൻ പ്രാർത്ഥിച്ചു. വിശ്വാസികളുടെ ഏകത്വത്തിനായുള്ള പ്രാർത്ഥനയിൽ യേശു ഭാവിയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി, പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും തമ്മിൽ ആയിരിക്കുന്നതിനും, അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. 17 അധ്യായം 21 തിരുവചനം. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 18 അധ്യായത്തിൽ യേശുവിന്റെ പിടിക്കപ്പെടൽ, പത്രോസിന്റെ നിഷേധം, മഹാപുരോഹിതന്മാരുടെ ചോദ്യം ചെയ്യൽ, പീലാത്തോസിന്റെ മുമ്പിലുള്ള വിചാരണ എന്നിവയാണ് പ്രധാനമായും പ്രതിപാദിക്കുന്നത്. യേശു തന്റെ ശിഷ്യന്മാരോടൊപ്പം ഗെത്സെമനയിൽ കിദ്രോൻ താഴ്വരയിൽ പോയി. യൂദാസ് സൈന്യത്തെയും ഉദ്യോഗസ്ഥരെയും കൊണ്ടുവന്നു. നസ്രായനായ യേശുവിനെയാണ് അവർ അന്വേഷിക്കുന്നതെന്ന് അവൻ പറഞ്ഞപ്പോൾ യേശു സ്വയം മുന്നോട്ട് വന്ന് പറഞ്ഞു, അത് ഞാനാണ്. അവർ അവനെ പിടിച്ചു. പത്രോസ് വാളെടുത്ത് മഹാപുരോഹിതന്റെ ദാസനായ മാൽക്കോസിന്റെ ചെവി വെട്ടി. യേശു പറഞ്ഞു, പിതാവ് തന്നിരിക്കുന്ന പാനപാത്രം ഞാൻ കുടിക്കാതിരിക്കുമോ? യേശുവിനെ ആദ്യം അന്നാസിന്റെ അടുക്കൽ കൊണ്ടുപോയി. അവിടെ ചോദ്യം ചെയ്യപ്പെട്ടു. അവർ പത്രോസിനോട് ചോദിച്ചു, നീ അവന്റെ ശിഷ്യനല്ലേ? 3 പ്രാവശ്യം പത്രോസ് യേശുവിനെ തള്ളി. ഉടനെ കോഴി കൂവി. യേശുവിനെ റോമൻ ഗവർണർ പീലാത്തോസിന്റെ മുമ്പിൽ കൊണ്ടുപോയി. യഹൂദന്മാർ പറഞ്ഞു, അവൻ കുറ്റക്കാരനാണ്. പീലാത്തോസ് ചോദിച്ചു, നീ രാജാവാണോ? യേശു മറുപടി നൽകി, എന്റെ രാജ്യം ഈ ലോകത്തിൽ നിന്നുള്ളതല്ല. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.